ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കൽമാസാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന കൽമാസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡോണറ്റാണ് കേട്ടോ. അപ്പോൾ അതാ ചിക്കനെല്ലാം ചെറുതായി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മസാല ഇട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ ഇതാ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ച് നന്നായി മിക്സാക്കി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നത്തെ ഓർഡർ നമുക്ക് റോൾ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ തേങ്ങാമുറി ഉണ്ട്, ഡോണറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല എങ്ങനെ നോക്കാം. അപ്പോൾ അത് വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഈ നാടൻ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ വെളിച്ചെണ്ണ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചിട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതൊക്കെ കൂടുതൽ എടുക്കണം. അപ്പോൾ നമ്മൾ എത്ര കുറച്ചാണെങ്കിൽ ഇതൊക്കെ കുറക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ മസാലയൊക്കെ ആക്കി വെക്കും. അപ്പോൾ അത് സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊന്നും ഒരിക്കലും സ്നാക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ലോണം വയറ്റ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയാൽ തന്നെ മതി. ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് സമയത്തിന് എങ്ങനെയെല്ലാം മാനേജ് ചെയ്യണം, എങ്ങനെയെല്ലാം ടൈം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇറങ്ങിയതിന് ശേഷം പഠിച്ചത് കേട്ടോ. അപ്പോൾ അതെല്ലാം പിന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് കുറച്ച് തേങ്ങയാണ് കേട്ടോ, ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ചതച്ചെടുത്ത് നമ്മൾ തേങ്ങ ചമ്മന്തിയില്ലേ അതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഇതാ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു മുളക് നല്ല എരിവാണ്, അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞളും പിന്നെ ബിരിയാണി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല, ഗരം മസാല അങ്ങനെ എന്തൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ അതെല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ആ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായി മിക്സായ ശേഷം നമ്മളിതിലേക്ക് ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ ഒരു ചിക്കനെ ഞാനിതാ വേവിച്ച് ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല പൊടിയായിട്ട് എഴുതില്ല, ചെറിയൊരു കടിക്കാൻ കിട്ടുന്ന പോലെ ഒരു വലിയ തരിയായിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ അത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ ആക്കണം. അപ്പോൾ അത് മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ പിട്ടുണ്ടല്ലോ, ഇതിന് പൊതിയുന്ന ആ ഒരു പിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാളേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിച്ചെടുക്കണം. ഇനി നമ്മളിതാ പൊടി എടുക്കാം. നമ്മൾ പത്തിരിപ്പൊടി ഇല്ലേ, ആ ഒരു പൊടിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നാട്ടിലെല്ലാം നല്ല അരിയൊക്കെ അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കയ്യിൽ ഇത് ഉണ്ടതുകൊണ്ട് ഈ ഒരു ഇതിൽ തന്നെ ചെയ്യുന്നത്. അരിയെല്ലാം അരച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും. പക്ഷേ ഇപ്പം ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പൊടി തന്നെ യൂസാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 കപ്പോളം പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങയും കൂടി ഇട്ട് ഒന്ന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറയാൻ പാടില്ല കേട്ടോ, കറക്റ്റ് പാകത്തിന് ഉപ്പ് വേണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് വരുന്നില്ല. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവൊന്നും എടുക്കാതെ കറക്റ്റ് ആ ഒരു രീതിയിൽ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പൊടീൻ്റെ മുകളിലോട്ട് വരുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും അത് വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇത് ഒട്ടുന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് തടവിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒട്ടിയില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിലാവാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതുപോലത്തെ കുറച്ച് ബോൾസാക്കി വെക്കണം. എന്നിട്ട് ബോൾസാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് പരത്തിട്ട് അതിലേക്ക് മസാലയൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല ഇടുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഇടണം കേട്ടോ. അപ്പോൾ നല്ലോണം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വിട്ട് മാത്രമായിട്ട് കഴിക്കുമ്പോൾ എല്ലാം ഇതും ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഉന്നക്കായിൻ്റെ ഷേപ്പിലാണ്. ഉന്നക്കായി ഞാൻ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉന്നക്കായി കാണാത്തവരുണ്ടെന്ന് കണ്ടോക്കെ. കറക്റ്റ് ആ ഒരു ഉന്നക്കായിൻ്റെ അതേ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൈയിൻ്റെ ഉള്ളും കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ റൗണ്ടാക്കി എടുത്താൽ മതി.
അപ്പോൾ ആ ഒരു ഷേപ്പ് വരും. നമ്മൾ ഈ ഒരു ഭാഗം നടുഭാഗം ഉണ്ടല്ലോ, ആ നടുഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് തന്നെ വരും. എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞാൽ കൈകൊണ്ട് ഒന്ന് ഇതുപോലെ ഉരുട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കല്ലോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. വേവിക്കുന്നത് ആവിയിലാണ് കേട്ടോ. അപ്പോൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത് നല്ല വാഴയിലൊക്കെ വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ അലൂമിനിയം ഫോയിലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം തിളച്ച് വെള്ളമൊക്കെ നല്ലോണം തിളച്ച സമയത്തേ നമ്മൾ ഇത് വെക്കാവൂ കേട്ടോ. അതിൽ മുമ്പേ തിളക്കുന്നതിന് മുന്നേ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ആ ചൂട് നല്ലോണം ഇട്ടണം. നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് നല്ല ഫുള്ള് ചൂടായ സമയത്തല്ലേ വെക്കുന്നത്, അതേപോലെ തന്നെയാണ് ഇതും. നല്ല ആവിയെല്ലാം കയറിയ സമയത്ത് ഇത് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒന്നും കൂടെ അലുമിനിയം ഫോയിൽ വെച്ച് ഇതുപോലെ വെക്കാം. നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ചില സമയത്ത് അത് ഒട്ടിപ്പൊടിച്ച് പൊട്ടിപ്പോയാലോ എന്നുള്ളൊരു സംശയത്തിൽ ഞാനിങ്ങനെ ആക്കിയത്. അപ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയിലൊരു ഷീറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ടും വെക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. 15 മിനിറ്റ് അല്ല കേട്ടോ, എന്തായാലും ഒരു 20-25 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ ആ ഒരു പറയുന്ന സമയത്ത് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്കൊരു മസാലയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഇതൊരു റെഡി ആയിട്ടുണ്ട്, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു മസാലയിൽ ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ മസാലയിൽ എന്തൊക്കെയാണ് ഉള്ളത് വെച്ചാൽ മുളക്, മഞ്ഞൾ, ഉപ്പ്, പിന്നെ കുറച്ച് മറ്റേ പൊടി ഇട്ടിട്ടുണ്ട്, അരിപ്പൊടി ഇടുന്നത് നല്ലൊരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ലോണം ലൂസാവും. പിന്നെ ഒരുപാട് മുളക് ഉപയോഗിക്കേണ്ടി വരും. എൻ്റെ കയ്യിലുള്ള മുളക് ആണെങ്കിൽ നല്ല എരിവുള്ള മുളക്, അതുകൊണ്ടാണ് ഞാൻ കവറെല്ലാം ഇട്ടിട്ട് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് എരിവ് വേണ്ട. പിന്നെ കുട്ടികൾക്കെല്ലാം കഴിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ഞാനിത് ഒഴിവാക്കിയത്. അപ്പോൾ അത് ഇതാ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില അങ്ങനെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇനി ഇതാ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം ഫ്രൈ ആക്കണ്ട. കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ പുറം ഭാഗം നല്ലോണം ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ കുറച്ച് വേറെ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ തേങ്ങ മുറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചിക്കനാണ്, ചിക്കൻ വെച്ചിട്ട് റോൾ ഉണ്ടാക്കിയ. പിന്നെ പരിപ്പ് വട ഉണ്ടാക്കിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പരിപ്പ് വടേൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് ക്യാരറ്റ് പോളിയാണ് കേട്ടോ. എൻ്റെ ചാനലിലെ ഫസ്റ്റ് റെസിപ്പിയാണ്. ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പോളയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.